ഹലോ, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മലയാളികളുടെ ഒത്തൊരുമ, ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആ ഒരു പോരാട്ട വീര്യമുണ്ടല്ലോ, അത് തന്നെ നമ്മൾ എടുത്തു പറയണം. കേസ് വയനാട്ടിലെ സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു കണ്ടന്റ് ആക്കി ഇടണമെന്ന് ഒരു താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ പറയുന്നേ ഇല്ല. കാരണം അത്രയേറെ ഭയാനകരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വാർത്തയിലൂടെയും മറ്റൊക്കെ കാണുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും. എന്തൊക്കെയായാലും ഇവിടെ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുകയാണ്. കൂടപ്പിറപ്പിന് വേണ്ടി അത് ആരാണെന്നോ എന്നൊന്നോ അറിയാതെ എന്തൊക്കെ അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഇപ്പോൾ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റെന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ മലയാളികൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. ശരിയാണ്, അതൊന്നും തന്നെ ദുരന്തഭൂമിയിൽ അനുഭവിച്ചവർക്ക്, ത്യാഗങ്ങൾ സഹിച്ചവർക്ക് പകരമാവില്ല എന്നുള്ളത് അറിയാം. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ തമ്പനയിൽ വായിച്ചിട്ടുണ്ടാവും, ആരും ഇങ്ങനെ ചെയ്യല്ലേ എന്നുള്ളൊരു ടൈറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ട് കൊടുത്തതല്ല. അതെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു സഹായം അത് തീർച്ചയായിട്ടും അനാവശ്യ മെസ്സേജുകൾ, അതായത് വാട്സപ്പിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന ആധികാരികതയില്ലാത്ത, അതായത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തു പോകുന്ന ആ ഒരു പ്രവണതയുണ്ടല്ലോ, അത് നമ്മൾ അവസാനിപ്പിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും നമ്മളുടെ പല ഗ്രൂപ്പുകളിലും നമുക്ക് അത്തരത്തിലുള്ള മെസ്സേജുകൾ കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളത് അവസരങ്ങളായിട്ട് മുതലെടുക്കേണ്ട ഒരു സാഹചര്യമല്ല. കാരണം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വാർത്തകളിലായിട്ടുള്ള വാർത്തകളൊക്കെ കാണുന്നതാണ്. എന്തൊക്കെയായാലും ഇതേപോലെ മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ദുരന്തമുഖത്ത് നടക്കുന്ന ഭയാനകരമായിട്ടുള്ള കാഴ്ചകൾ മൊബൈൽ ക്യാമറയിലും മറ്റുമൊക്കെ പകർത്തിക്കൊണ്ട് ഗ്രൂപ്പുകളിലൊക്കെ ഫോർവേഡ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു വല്ലാത്ത പ്രവണതയുണ്ടല്ലോ, അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ദൃശ്യങ്ങളോ മറ്റോ വരികയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. അവരോട് കൃത്യമായിട്ട് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് ഡെഫിനറ്റ്ലി തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ ആർമിയും സർക്കാരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും ജനങ്ങളും പ്രവാസികളും നമ്മൾ മലയാളികളും ഒക്കെ തന്നെ ഇപ്പോൾ പൊരുതുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതും അതിജീവിക്കുക തന്നെ ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി, അത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതുകയായിരുന്നു. അതെ, ഇത്തരത്തിൽ ഒരുപാട് വീഡിയോകളുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോയിൽ കൊടുവള്ളിയിലാണ് സംഭവം. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാമെന്ന് കരുതുന്നു. ഇതാണ് മലയാളികൾ, ഇങ്ങനെയാണ് മലയാളികൾ. ഏതായാലും ഇതും നമ്മൾ അതിജീവിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.